വി കെ പ്രശാന്ത്, നാളെ നവകേരള സദസ്സ് സമാപിക്കുകയാണ്. പ്രതിപക്ഷം വലിയ വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ഉന്നയിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്രയെ വിലയിരുത്തുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് നവകേരള സദസ്സ്. കാരണം ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും തന്നെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ ഏതെങ്കിലും പരിപാടിക്ക് മണ്ഡലങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിതാന്തമായി ശ്രമിക്കുന്നവരാണ്. എല്ലാ മന്ത്രിമാരെയും ഏതെങ്കിലുമൊക്കെ പരിപാടികളുടെ ഭാഗമായി ഇവിടെ ഒരുമിച്ച് അവരെല്ലാം നമ്മുടെയൊക്കെ മണ്ഡലങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ പരാതികൾ പരിഹാരം കൂടി ലക്ഷ്യമിടുകയാണ്. അപ്പൊ നവകേരള സദസ്സിന്റെ ഭാഗമായി ഗവൺമെന്റ് വകുപ്പ് തലത്തിൽ ഈ പരാതികൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഇതിനോടനുബന്ധിച്ച് പട്ടയങ്ങൾ കൊടുക്കുക, വീടിന്റെ കാര്യങ്ങൾ തീർപ്പാക്കുക, ചെറിയ തർക്കങ്ങൾ പരിഹരിക്കുക, അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പൊ അത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസമായിരിക്കും നവകേരള സദസ്സ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയകരമായി മാറും. പ്രതിഷേധം നമുക്കറിയാമല്ലോ. ഇപ്പം പ്രതിപക്ഷം വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. അവരുടെ വിചാരണ സദസ്സിൽ ആളില്ലാതെ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടല്ലോ. അപ്പൊ അത് മറച്ചു വയ്ക്കാനാണ് ഇപ്പൊ കലാപം ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കും. നവകേരള സദസ്സ് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു ഭരണ പ്രക്രിയയാണ്. ജനപ്രതിനിധികളെ സംബന്ധിച്ച് ജനങ്ങളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.